അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തലവട്ടാമ്പാറയിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അയലൂർ സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നും 2015 മുതലുള്ള വായ്പകൾ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും സി ചന്ദ്രൻ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. അത് ക്രെഡിറ്റ് മേഖലയാകട്ടെ, ടൂറിസം മേഖലയാകട്ടെ, മറ്റേതു മേഖലയാണെങ്കിലും ആ മേഖലകളിൽ നിന്നെല്ലാം ഇപ്പോൾ ആന്ധ്രയുമായി, കർണാടകയുമായി, തമിഴ്നാടുമായി ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ, ഒരു താരതമ്യ പഠനം നടത്തി നോക്കിയാൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. അങ്ങനെ സഹകരണ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല സ്ഥാപനങ്ങളായി വളർന്നു വരാൻ തുടങ്ങിയത് കേരളത്തിൽ ശ്രീ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അന്ന് പാലക്കാട് ജില്ല ഉൾപ്പെടെ കേരളത്തിലെ പാവപ്പെട്ട കർഷകരുടെ സാമ്പത്തിക ബാധ്യതകൾ, അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ ഒഴിവാക്കാൻ നാട്ടിലെ ബ്ലേഡ് കമ്പനിയിൽ നിന്നും പണമെടുത്ത് ജീവിതം വഴിമുട്ടിപ്പോകുന്ന കേരളത്തിലെ കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ ആർ ശങ്കറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പുതിയ നിയമപരിഷ്കാരം ഉണ്ടാക്കി നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത്. അതിനെതിരായ ഒരുപാട് വിമർശനം ഉന്നയിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ നിയമനിർമ്മാണത്തിന്റെ പരിണിതഫലമായി കേരളത്തിൽ എല്ലായിടത്തും സർവീസ് സഹകരണ ബാങ്കുകൾ ഉണ്ടായി. മണ്ഡലം പ്രസിഡന്റ് SM ഷാജഹാൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ M പത്മകുമാർ, KG എൽദോ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഗോപാലകൃഷ്ണൻ, K കുഞ്ഞൻ, സാവിത്രി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു.